ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും നമ്മുടെ സാന്ത്വന സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അങ്ങനെ നമ്മുടെ ദേവിയാണെങ്കിൽ റൂമിൽ ഒരു മൂലയ്ക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ അടുത്തേക്ക് നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടി ഇരുന്നുണ്ട്. ദേവിയുടെ അടുത്ത സത്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നു. ദേവിയുടെ അടുത്ത് എന്തിനാ ഇത്രയും കാലം ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ സ്വന്തമായിട്ട് ഒളിപ്പിച്ചത്? ഞങ്ങളടുത്ത് പറഞ്ഞെങ്കിൽ ഞങ്ങൾ ദേവിയെ സഹായിക്കില്ലായിരുന്നു എന്ന് മിത്രയും മീനാക്ഷിയും പറയുമ്പോൾ ദേവി പൊട്ടിക്കരഞ്ഞ് പറയുന്നുണ്ട്, എനിക്ക് പറയണമെന്ന് പലവട്ടം തോന്നിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ പിന്നെ എന്നെ വെറുക്കുകയോ അങ്ങനെ സ്നേഹിക്കാതിരിക്കുകയോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. ഞാൻ എൻ്റെ അമ്മയും അച്ഛനും പലവട്ടം പറഞ്ഞതാ അങ്ങനെ നുണ പറഞ്ഞ് കല്യാണം നടത്തണ്ട, ഇതിനേക്കാൾ നല്ല കല്യാണം കഴിക്കാതിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കല്യാണം കഴിക്കാതിരുന്നാൽ വിദ്യയ്ക്ക് പോലും നല്ലൊരു ജീവിതം കിട്ടില്ല പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് പോലും സമ്മതിച്ചത്. ഓരോരോ നുണകൾ എൻ്റെ അച്ഛനും അമ്മയും എന്നെക്കൊണ്ട് പറയിപ്പിക്കുമ്പോഴും എനിക്കറിയാമായിരുന്നു അല്ലെങ്കിൽ നാളെ ഇതൊക്കെ പുറത്തു വരുമെന്ന്. ആനന്ദേട്ടൻ്റെ കൂടെ ഓരോരോ ദിവസവും ഞാൻ ജീവിക്കുമ്പോഴും എൻ്റെ ഓരോരോ സെക്കൻഡുകളും എനിക്ക് പേടിയായിരുന്നു. ഇപ്പോഴാണ് ഈ നുണകളൊക്കെ പൊട്ടി താഴെ വീഴാൻ പോയെന്ന് ആലോചിച്ചിട്ട് എനിക്കറിയായിരുന്നു അല്ലെങ്കിൽ നാളെ ഈ സത്യങ്ങളെല്ലാം എല്ലാവരും കണ്ടുപിടിക്കും എന്ന്. പക്ഷേ എനിക്ക് ആനന്ദേട്ടനെ ഈ വീട്ടുകാരെയൊക്കെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. മീനു സത്യങ്ങളൊന്നും ഞാൻ ആരോടും പറയാതിരുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ വെറുക്കില്ലേ? നോക്കാൻ ഞാൻ നുണ പറഞ്ഞിട്ടുള്ളതാണ് ശരിയായ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നുണ പറഞ്ഞിട്ട്. പക്ഷേ ഒരു കാര്യം മാത്രം സത്യം മീനു, മിത്രൻ, ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള സ്നേഹത്തിന് ഞാൻ ഒരു കളവ് പോലും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദേവി കരയുമ്പോൾ മീനാക്ഷി മിത്രൻ പറയുന്നുണ്ട്, ഏടത്തി, ഞങ്ങളെ ഏടത്തിക്ക് ഉറപ്പ് തരികയാണ്. ഏടത്തി ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ആരും പുറത്താക്കാൻ പോകുന്നില്ല. ഞങ്ങളുണ്ട് ഏടത്തിയുടെ കൂടെ. എനിക്ക് മനസ്സിലായി ഏടത്തി, ഈ സാഹചര്യം ഈ ഒരു അവസ്ഥ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഏടത്തി കാണിച്ച സ്നേഹം അത് സത്യമായിട്ടുള്ള സ്നേഹമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അച്ഛനും അമ്മയും അത് മനസ്സിലാവില്ലെന്ന് വരും ഏടത്തി. കാരണം അറിയാലോ, അച്ഛനും ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച ആലോചനയാണ് ഏടത്തിയുടെ ആയിട്ടുള്ള ആലോചന. അതുകൊണ്ട് അമ്മ അച്ഛനെയാണ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. ആനന്ദേട്ടൻ്റെ ജീവിതം തകരാൻ കാരണം അച്ഛനാണെന്ന രീതിയിലൊക്കെ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മേനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. അച്ഛനല്ലേ ആനന്ദേട്ടൻ്റെ ഇഷ്ടം പോലും നോക്കാതെ ഏടത്തിനെ വിവാഹം സമ്മതിച്ചത്. ആനന്ദേട്ടനാണെങ്കിൽ വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. എന്നിട്ട് പോലും ഏടത്തിനെ കല്യാണം കഴിക്കാൻ അച്ഛനാണ് നിർബന്ധിച്ചത്. പിന്നെ ആനന്ദേട്ടൻ്റെ ഏടത്തിയും ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന സമയത്തെങ്കിലും പതുക്കെ ആ സത്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ്. ഞങ്ങൾ ഇത് എങ്ങനെയെങ്കിലും ഒക്കെ സോൾവ് ആക്കി തന്നേനായിരുന്നു. പറ്റിപ്പോയി മീനു, എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് പറയുകയാണ്. മിത്ര ചോദിക്കുന്നത്, ഞങ്ങൾ എത്ര പ്രാവശ്യം ദേവിയെടുത്തിട്ട് അടിച്ചു ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ആനന്ദേട്ടനും ദേവിയെടുത്തും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഓരോ പ്രശ്നമില്ല എന്നല്ല ഞങ്ങളോട് പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും മിത്ര, മീനാക്ഷി, എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല മീനാക്ഷി, എന്നെ മിക്കവാറും ഇവിടുന്ന് പുറത്താക്കുമായിരിക്കും. ആനന്ദേട്ടൻ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടില്ലേ? ഞാനിവിടെ വീട്ടുവേലയ്ക്കെങ്കിലും വീട്ടുവേലക്കാരിയായിട്ട് പോലെയെങ്കിലും നിന്നോളാം, കുഴപ്പമില്ല. എനിക്ക് നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നാൽ മതി എന്ന് ഇവിടുന്ന് പറഞ്ഞു വിടില്ലേ എന്ന് ഞങ്ങളെ മാക്സിമം ശ്രമിക്കാം. പിന്നെ അമ്മ ഇപ്പോൾ ആകെ ദേഷ്യത്തിലാണ്. ഞാൻ പറഞ്ഞില്ലേ, അമ്മ ആദ്യമായിട്ടാണ് അച്ഛനോട് ഇതുപോലെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. അച്ഛൻ ഷർട്ടിലൊക്കെ പിടിച്ച് വലിച്ച് സംസാരിച്ചത്. അച്ഛൻ അതല്ലേ കേട്ടിരിക്കുന്നത്. പിന്നെ ആനന്ദേട്ടൻ്റെ സങ്കടം അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മയാണെന്നുണ്ടെങ്കിൽ സ്വന്തം അമ്മയല്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. മോൻ്റെ ജീവിതം ഇങ്ങനെ തകരുമ്പോൾ അത് ഏതമ്മയ്ക്കും ആകെ ഇടിഞ്ഞായിരിക്കും. അമ്മ എന്ത് തീരുമാനിക്കും എന്നറിയില്ല. പക്ഷേ അമ്മ എന്തൊക്കെ തീരുമാനിച്ചാലും ഏടത്തി ടെൻഷൻ ആവേണ്ട. ഞങ്ങൾ രണ്ടുപേരും ഏടത്തിയുടെ കൂടെയുണ്ട്. ഇത്രയും മീനാക്ഷിയും നമ്മുടെ ദേവിക്ക് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കുറേ നേരം നമ്മുടെ ഗോമതി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഗോമതി ആ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഈ ദേവി ഇവിടെ വേണ്ട. പക്ഷേ അവളെ ഇവിടെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല. അവളെ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അതിന് പേരിൽ ദേവമംഗലത്ത് തൂങ്ങേണ്ടി വരും. ഗോമതിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സ്ത്രീകളെയും ഉദിഫാനെയും വിളിച്ച് അവരുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് നമ്മുടെ ഗോമതി.
അങ്ങനെ ശ്രീകലയും ഉദയഭാനുവും വിളിച്ചു വരുത്തുന്നുണ്ട്. അവർ കള്ളം പറഞ്ഞിട്ട് വിളിച്ചു വരുന്നത്, സത്യം പറഞ്ഞാൽ അവർ വരില്ലല്ലോ. അങ്ങനെ കള്ളം പറഞ്ഞിട്ടാണ് അവരെ അവിടെ വിളിച്ചു വരുത്തുന്നത്. അവർ രണ്ടുപേരും അവിടെ വരുന്നുണ്ട്. അവിടെ വന്ന് കഴിയുമ്പോഴേക്കും പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാവും കേട്ടോ. അത് മനസ്സിലാക്കിയിട്ട് അവർ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു അവസ്ഥയിലാണ്. എല്ലാവരും മാറി മാറി അടിച്ച് ശരിപ്പെടുത്തുന്നുണ്ട് അവരെ ഉദയഭാനു. അപ്പോൾ തൻ്റെ ന്യായീകരിച്ചുകൊണ്ടാണ്. അത് കേൾക്കുമ്പോൾ ആനന്ദ് അവിടെ നിന്ന് വലിയൊരു ഫ്ലവർ വേഡ്സ് എടുത്തിട്ട് നമ്മുടെ ഉദയഭാനു തലക്കിട്ട് ഒരു അടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ. പോകുമ്പോൾ ആകാശം അതുപോലെ തന്നെ ആര്യനും കൂടി ചേർന്നിട്ട് ആനന്ദിനെ തടയുക കേട്ടോ. ആകാശിനും ആര്യനും പോലും എന്ത് പറയണമെന്നും പറ്റാത്തൊരവസ്ഥ. കാരണം ദേവി കാണിച്ച സ്നേഹം സത്യമായിട്ടുള്ള സ്നേഹമാണല്ലോ. എല്ലാവർക്കും അറിയാം ദേവീനെ ആലോചിച്ചിട്ട് അവർക്ക് മാപ്പ് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ദേവി ഈ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ലല്ലോ. അതിൻ്റെ ഒരു വിഷമവും എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ ഗോമതി പറയുന്നത്, ഞങ്ങൾക്കൊന്നുകൂടെ പറയാൻ ചോദിക്കാനൊന്നുമില്ല. ഈ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ കോടതിയിൽ പോയി നിങ്ങൾ തന്നെയായിരിക്കും ഇതിൽ പെടാൻ പോകുന്നത്. അതുകൊണ്ട് കോടതിയും കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങളെ മോളെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ. 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു ഡിവേഴ്സ് നോട്ടീസ് ഞങ്ങൾ ഇവിടുന്ന് അയച്ചോളാം എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും സ്ത്രീകൾ ആഹാ അത് കൊള്ളാലോ, അത് നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനം എടുത്താൽ മതിയോ? എൻ്റെ മോളും കൂടെ തീരുമാനം എടുക്കണ്ടേ? എൻ്റെ മോളെ കെട്ടിച്ചു വിട്ട വീടാ ഇത്. ഇവിടെ എൻ്റെ മോൾ ഇവിടെയും പോകാൻ പോകില്ല എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഗോമതിക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ തന്നെ ഗോമതി എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഉദയഭാനു ശ്രീകലയും ആദ്യം പടിക്ക് പുറത്താക്കിയാണ്. എന്നിട്ട് ദേവീനെ പിടിച്ചു വലിച്ച് റൂമിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ മീനാക്ഷി ഇത്രയൊക്കെ പറയണ്ട അമ്മ, വെറുതെ ഇരിക്കുക, അതൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയണ്ട. പക്ഷേ ഗോമതി ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ അപ്പുറത്തെ കൃഷ്ണമംഗൾക്കാർ ഇത് നോക്കിയിരിക്കുമായിരുന്നു. അവർക്കിങ്ങനെ നോക്കുമ്പോൾ അവിടെ എന്തോ വലിയ വഴക്ക് നടക്കുകയാണ്. ദേവീനെ പിടിച്ച് തള്ളുന്നതൊക്കെ മിക്കവാറും ദേവി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ സന്തോഷിക്കുക കേട്ടോ. അച്യുതനും അതുപോലെ തന്നെ രാജശ്രീയും കൂടി അവിടെ പടക്കം പൊട്ടാൻ തുടങ്ങി. ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ദേവീനെ അടിച്ച് പുറത്താക്കിയിട്ട് വാതിലൊക്കെ അടയ്ക്കുന്നുണ്ട് ഗോമതി. കുറേ നേരം ദേവി അമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഗോമതി അത് തുറക്കുന്നില്ല കേട്ടോ. മീനാക്ഷി മിത്രമൊക്കെ ഗോമതിയോട് അടുത്ത് പറഞ്ഞു നോക്കുന്നുണ്ട്. ഗോമതി അതൊന്നും കേൾക്കുന്നില്ല. അവസാനം ഉദയഭാനു ശ്രീകലയും മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുക. നിങ്ങൾ എൻ്റെ ജീവിതം തുലച്ചു, ഇനി നിങ്ങൾ എവിടെയൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്, ഞാൻ എവിടെ വരില്ല, ഇവിടെ നിന്ന് ചത്താലും ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല എന്ന് പറയാൻ നമ്മുടെ ദേവി. ശ്രീകല കുറേ വിളിക്കാം, മോളെ നീ വാ, അല്ലെങ്കിൽ നീ ഇവിടെ തന്നെ കിടക്കണ നല്ലത്. കാരണം നീ ഇവിടെ കിടന്ന് മഴയും വെയിലൊക്കെ കൊണ്ട് കിടക്കുമ്പോൾ അവരുടെ വിഷമം തോന്നി ചിലപ്പോൾ അവരകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും. നാണമില്ലേ നിങ്ങൾക്ക് സ്ത്രീകളോട് എന്നൊക്കെ പറഞ്ഞ് ദേവി നമ്മുടെ ശ്രീകലേനെ ആട്ടി ഓടിക്കുക കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് അച്യുതനും രാജശ്രീയും ഒക്കെ സന്തോഷം വരികയാണ്. ഈ ബഹളം എല്ലാം കേട്ട് ആലോകം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആലോകം ഇങ്ങനെ നോക്കുമ്പോൾ ദേവി ഇങ്ങനെ പുറത്തിരുന്ന് കരയാട്ടം കാണുന്നത്. അങ്ങനെ സമയം ഒരുപാട് രാത്രിയാവുകയാണ്. സ്ത്രീകളെയും ഉദയഭാനും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ദേവി മാത്രമേ ഉമ്മറത്തുള്ളൂ കേട്ടോ. ദേവി ഉമ്മറത്തുള്ളത് കൊണ്ട് തന്നെ ആരും വാതിലൊന്നും തുറക്കുന്നില്ല. ആരും പണിക്കും പോകണ്ട, ഒന്നും പോകണ്ട. ആ ദേവി എന്ന് പറഞ്ഞ് സാധനം ഇവിടെ പോയിട്ട് വാതിൽ തുറക്കുക. ഗോമതി വാതിൽ ലോക്ക് ഇട്ടിരിക്കുക കേട്ടോ. അകത്ത് നിന്ന് ആർക്കും തുറക്കാൻ പോലും ഗോമതി സമ്മതിക്കുന്നില്ല. അങ്ങനെ കുറേ നേരം ദേവി നിന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ അപ്പുറത്തുള്ളവരൊക്കെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. നല്ല മഴ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആരും ദേവീനെ സഹായിക്കാൻ വേണ്ടി വരുന്നില്ല. അപ്പോൾ ആലോക് കുറിച്ച് വിഷമമുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ആലോക് കാരണമല്ലോ ദേവിയുടെ കുഞ്ഞിനെ വരെ നഷ്ടമായത്. അതിൻ്റെ പേര് ആ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആലോക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആലോക് വിചാരിക്കാൻ അവരുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട കാരണം ഞാനായിട്ട് തനിക്ക് എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ സമയത്താണ് ചെയ്യേണ്ടത്. അത് എന്തെങ്കിലും പറഞ്ഞ് തൻ്റെ ഇടത്തിൻ്റെ ബന്ധുവല്ലേ, ഇടയത്തിൻ്റെ ഒരു ബന്ധുവല്ലേ എന്ന് വെച്ച് നോക്കാം. തൻ്റെ ഇടത്തി തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെ സഹായിക്കുക വേണ്ടത്. എന്ത് പ്രശ്നമാണെങ്കിലും അവരുടെ കൂടെ നിന്ന് മാക്സിമം സഹായിക്കാൻ വേണ്ടി നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആലോക് ദേവി ചോദിക്കുന്നുണ്ട്, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ വന്ന് സംസാരിക്കാൻ ചോദിക്കുമ്പോൾ ദേവിക്ക് ആലോകിന് ഭയങ്കര ദേഷ്യാട്ടോ. കാരണം തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയ ആളാണല്ലോ. അലോക് കണ്ടിട്ട് ഭയങ്കര കടിച്ചു കീറാനുള്ള ദേഷ്യമാട്ടോ ദേവിക്ക്.
പൊട്ടിത്തെറിക്കുകയാണ്. പക്ഷേ അലോക എനിക്ക് അപ്പോൾ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണോ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. ദേവി അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല കേട്ടോ. പക്ഷേ അലോകിന് ദേവിനെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ സഹായിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ദേവി എന്തോ തല കുനിഞ്ഞു മറിഞ്ഞാലും ഗോമതിയുടെ ബാലൻ്റെയും മനസ്സ് മാറില്ല കേട്ടോ. പിന്നെ ആനന്ദിൻ്റെ മനസ്സ് ബാക്കി എല്ലാവരുടെയും മനസ്സ് മാറുകയും ദേവിയുടെ അടുത്ത് കുറച്ച് അലിവ് കാണിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ബാക്കി ആരും തന്നെ കേൾക്കുക കാണുക ഒന്നും ചെയ്യില്ല കേട്ടോ. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡൊക്കെയാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.